നമ്മൾ പാലൊക്കെ എടുത്തിട്ട് നേരെ ഉച്ചയായപ്പോൾ ഞാനും കൊണ്ടും കൂടെ അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ആമിയുടെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ആമിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എന്നും പോയി ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും അല്ല. അമ്മ എനിക്കും കൂടി രാവിലെ ചോറിട്ടു. അപ്പം എന്തായാലും ഇന്നും കൂടി അമ്മ പറഞ്ഞ് എന്തായാലും ഇന്നും കൂടി ഉച്ച വരെയുള്ള കാര്യങ്ങൾക്ക്, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഞാൻ ചോറല്ല ദോശയോ പുട്ടോ എന്തെങ്കിലും വയ്ക്കും. അങ്ങനെ. അപ്പം അമ്മ പറഞ്ഞു നിനക്ക് വയ്യാത്തല്ലേ, നീ രാവിലെ എനിക്ക് വെളുപ്പിന് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അപ്പം അമ്മ ഇന്നും കൂടി അങ്ങ് ഇട്ടു. എന്നോട് പറയാതെ അങ്ങ് ഇന്ന് ഇട്ടു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു നീ കഞ്ഞിക്കൊന്നും ഇടണ്ടാന്ന്. പിന്നെ ഞാൻ പറഞ്ഞു നാളെ ശനിയാഴ്ചയാണ്, ഇനി അമ്മ എനിക്ക് കഞ്ഞിക്കൊന്നും ഇടണ്ട, നാളെ മുതൽ ഞാൻ തന്നെ. പിന്നെ ചേട്ടൻ ഇവിടെ അടുത്താണ് ജോലി, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം രാവിലെ ഒന്നും കഴിക്കണ്ട. അപ്പം അപ്പം ഞാൻ വീട്ടിൽ പോയി. എന്തായാലും പോകുമ്പോൾ ഞാൻ ആമിക്ക് ഓക്കെ, അവൾ ഇപ്പം താനെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി കണ്ടല്ലോ. പിന്നെ ഞാൻ ഗുണ്ടുവിനും അവിടെ വെച്ച് ചോറൊക്കെ കൊടുത്തു. ഗുണ്ടുവിന് സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമേ. ഗുണ്ടു എന്താ ഇങ്ങനെ മെലിഞ്ഞു മെലിഞ്ഞു പോകുന്നത്, നീ ഒന്നും കഴിക്കാൻ കൊടുക്കൂലേ, ഗുണ്ടുവിനെ ഇവിടെ കൊണ്ട് നിർത്ത്, നല്ല ഇവിടുത്തെ ഭക്ഷണമാണ് അവനിഷ്ടം എന്നൊക്കെ പറഞ്ഞ് അമ്മ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവളിതാ കഴിക്കുന്നുണ്ട്, അവൾ ആക്റ്റീവായി. ഇനി 2 ദിവസം എന്തായാലും തിങ്കളാഴ്ചയോ നാളെ കൊണ്ട് പോവാമോ എന്ന്. ഇപ്പം പിന്നെ അവർ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. അവൾക്ക് 1 വർഷമായി, ഇൻജക്ഷൻ എടുക്കാനുള്ള ഡേറ്റായി. പക്ഷെ 2, 3 തവണ പോയിട്ട് നമുക്ക് ഒരിക്കൽ പോയപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു. ഒരിക്കൽ പോയപ്പോൾ അവൾക്ക് ഇങ്ങനെ വയ്യായ്മ ഉള്ളതുകൊണ്ട് ഇൻജക്ഷൻ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞ്. ഇത് ഇപ്പം ഫുഡൊക്കെ കഴിക്കണുണ്ട്. പിന്നെ ഞാൻ ഗുണ്ടുവിനും ആമിക്കും മാറി മാറി ഇങ്ങനെ കൊടുത്തു. അവളിപ്പോൾ താനേ കഴിക്കാൻ തുടങ്ങി കണ്ട, മിടുക്കിയായി. അവനെ പോലെ ഞാൻ വിചാരിച്ചു, അമ്മയും പേടിച്ചു ഇങ്ങനെ വാരി വാരി കൊടുത്താൽ അവളതൊരു ശീലമാക്കുമോന്നില്ല കേട്ടോ. അവൾ മിടുക്കിയാണ്. അവൾക്ക് അസുഖമൊക്കെ മാറിയപ്പോൾ അവൾ തന്നെ കഴിക്കാൻ തുടങ്ങി. അവനെ പോലത്തെ ഒരു 5 ഉരുള ഞാൻ ഉരുട്ടി വെച്ച് കൊടുത്തില്ല, അതെല്ലാം കഴിച്ചിട്ട് പിന്നെ കഴിക്കാൻ മടി. എടി ഇത് 1 ഉരുള കൂടി കൊടുറീന്ന് പറഞ്ഞപ്പോൾ വേണ്ട. അവളൊരു ഹാപ്പിനെസ് നോക്ക്. ഞാൻ പറഞ്ഞ് നൂന്നിരിക്കാൻ പറഞ്ഞു ചോറ് എടുക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര സന്തോഷവതിയാണ് അവൾ. അത് കഴിഞ്ഞിട്ട് ഞാനും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ചോറ് കഴിച്ചത്. അമ്മ നല്ല തീയലും മീൻ പൊരിച്ചതും പിന്നെ ഉണക്കമീൻ, ഈ ഇങ്ങറ്റം ഇരിക്കുന്നില്ലേ അത് ഉണക്കമീൻ കറിയാണ് കേട്ടോ. നമ്മൾ കുറേ മലക്കറിയൊക്കെ ഇടും കേട്ടോ കരുവാടിൽ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് നല്ല ക്ഷീണമുണ്ട്, അങ്ങനെ കിടക്കുവാണ്. കഴിച്ച് ക്ഷീണിച്ച് വന്ന് കിടക്കുകയായിരുന്നു. അപ്പോഴേക്കും വൈകുന്നേരം ഇവിടെ ചേച്ചിമാരുമായിട്ടുള്ള വൈകുന്നേരമായി. അവർക്ക് ഈ ഇളയവൊക്കെ എപ്പോഴും ഇങ്ങനത്തെ ഇങ്ങനെ കളിക്കുമ്പോൾ അവളെ കയ്യിലൊക്കെ മുറിവുണ്ടാവും, എന്നാലും അവൾക്ക് ഇല്ല. എന്നിട്ട് അവളുമായിട്ട് ഒളിച്ചിരിക്കുന്നതാണ് കണ്ട. ഇവിടെ വന്ന്